ആലപ്പുഴ ബീച്ചിലിരിക്കുന്ന യുദ്ധക്കപ്പൽ ആളൊരു കില്ലാടിയായിരുന്നു കേട്ടോ. ആലപ്പുഴ തുറമുഖ പൈതൃക പദ്ധതിയുടെ ഭാഗമായി തുറമുഖ മ്യൂസിയം സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യ പടിയെന്നോണമാണ് ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആലപ്പുഴ തീരത്ത് സ്ഥാപിക്കാൻ അനുമതി ലഭിക്കുന്നത്. ഇൻഫാക്ട് 81 ഗോവ ഷിപ്പ്യാർഡിൽ ഇസ്രായേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച 25 മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലായിരുന്നു. ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് 1999 ജൂൺ 5 അന്നത്തെ ഗോവ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ JFR ജേക്കബ് ഈ കപ്പൽ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു. തീരക്കടലിലെ സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷനുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റുമാണ് കപ്പൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പരമാവധി 45 നോട്ട് വേഗതയുള്ള കപ്പലിൽ 2 ഓഫീസർമാരും 18 നാവികരുമുണ്ടായിരുന്നു. കപ്പലിൽ ഹ്രസ്വദൂര തോക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണം, രക്ഷാപ്രവർത്തനങ്ങൾ, തിരച്ചിൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു. നുഴഞ്ഞുകയറ്റം തടയാനുള്ള ശേഷിയും ഇതിനുണ്ട്. 2021 ജനുവരി 28 മുംബൈ നാവികസേന ഡോക്യാർഡിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്ത ഇൻഫാക്ട് 81 ആഴം കുറഞ്ഞ വെള്ളത്തിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും 60 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതുമാണ്. 25.94 മീറ്റർ നീളവും 5.6 മീറ്റർ വീതിയും വ്യാപിച്ചു കിടക്കുന്ന ഡെക്കുമുള്ള കപ്പലിന് എഞ്ചിൻ റൂം, പിൻഭാഗം, ക്രൂ കമ്പാർട്ട്മെന്റ്, ക്യാപ്റ്റന്റെ ക്യാബിൻ, ലിവിംഗ് ഏരിയ, ഫോർവേഡ് എന്നിവയുമുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ആലപ്പുഴ INS അലപ്പി എന്ന പേരിൽ ഒരു കപ്പലുണ്ടായിരുന്നു. 1980 റഷ്യയിൽ നിന്നാണ് ഈ മൈൻ സ്വീപ്പർ കപ്പൽ വാങ്ങിയത്. ചെറിയ തുറമുഖങ്ങളുടെ പേരിലാണ് ഈ വിഭാഗം ചെറിയ കപ്പലുകൾക്ക് പേരിടുന്നത്. കേരള പട്ടണ നാമങ്ങൾ വഹിക്കുന്ന മറ്റ് മൈൻ സ്വീപ്പർ കപ്പലുകൾ INS കോഴിക്കോട്, INS കണ്ണൂർ എന്നിവയാണ്. യുദ്ധസമയത്ത് കടൽ മൈനുകൾ നീക്കം ചെയ്യുകയും കപ്പലുകൾക്ക് വ്യക്തമായ കടന്നുപോകൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മൈൻ സ്വീപ്പർ കപ്പലുകളുടെ പ്രധാന ലക്ഷ്യം. റഷ്യയിൽ നിന്നാണ് കപ്പൽ വാങ്ങിയതെങ്കിൽ കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ നാവികസേനാംഗങ്ങൾ റഷ്യയിൽ 3 വർഷത്തെ പരിശീലനം നേടി. 45 ദിവസത്തിനുള്ളിൽ റഷ്യയിൽ നിന്ന് കടൽ വഴി കപ്പൽ കൊണ്ടുവന്നു. ഒടുവിൽ 2015 മാർച്ചിൽ ഇത് ഡീകമ്മീഷൻ ചെയ്തു. INS ആലപ്പിയുടെ ആദ്യ ക്യാപ്റ്റൻ ആലപ്പുഴ സ്വദേശിയായ ഹെക്ടർ പോപ്പനായിരുന്നു എന്നത് തികച്ചും യാദൃച്ഛികം മാത്രമായിരുന്നു. അധികാരികളുടെ പ്രത്യേക അനുമതിയോടെ 1981 മെയ് 11 INS ആലപ്പി ആലപ്പുഴയുടെ തീരത്തിന് 1.5 കിലോമീറ്റർ അകലെ നങ്കൂരമിട്ടു. പോപ്പൻ ജന്മനാടിനോടുള്ള കടമയും തൻ്റെ സ്വപ്ന സാക്ഷാത്കാരവും അന്ന് നിറവേറ്റി. ഏറെ ശ്രമകരമായി ആലപ്പുഴയിൽ എത്തിച്ച പടക്കപ്പൽ ഹൗസ് ബോട്ടും ലൈറ്റ് ഹൗസും പോലെ തന്നെ ആലപ്പുഴയുടെ പ്രതീകങ്ങളിൽ ഒന്നായി മാറുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷയെങ്കിലും എല്ലാ ചരിത്ര സ്മാരകങ്ങളോടുമുള്ള അധികൃതരുടെ അവഗണനയിൽ കഴിഞ്ഞ 4.5 കൊല്ലമായി ആലപ്പുഴയുടെ തീരത്ത് ഗതകാല സ്മൃതിയുടെ അസ്ഥിപഞ്ജരം പോലെ ഈ കപ്പൽ ഉദയവും അസ്തമനവും കണ്ട് അനാഥമായിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനാനുമതി നൽകുമെന്ന വാക്ക് ജലരേഖയായിരിക്കുന്നിടത്തോളം കരയിരിക്കുന്ന കപ്പൽ ആലപ്പുഴക്കാർക്കൊരു ഉണ്ടയില്ലാത്തോക്കായിരിക്കും എന്നു തന്നെയാണ് നാളിതുവരെയുള്ള ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതും.